ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു ചാനൽ ട്രൈ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് +2 സ്റ്റഡി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റഡി വ്ളോഗ് അങ്ങനെ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് പൊതുവേ ഏറ്റവും കൂടുതൽ പഠിക്കാൻ മടിയുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ +1 റിസൾട്ട് വീഡിയോ കണ്ടാലും മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് പോയതും മാത്സിലാണ്. പിന്നെ ഞാൻ +2 തുടങ്ങിയതിന് ശേഷം അങ്ങനെ സീരിയസ് ആയിട്ട് ഇതുവരെ പഠിക്കാത്തൊരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി +2ലും പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും അതേപോലെ പിന്നെ കുറേ എൻട്രൻസ് എക്സാമിന് പിന്നെ മാത്സ് ഒരു മെയിൻ സ്കോറിങ് സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കീമിനാണെങ്കിൽ തന്നെ, അതേപോലെ ഇപ്പോൾ NDA എക്സാം, അങ്ങനത്തെ കുറേ എക്സാമിന് മാത്സ് നമുക്ക് മെയിനായിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാത്സിനെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മാത്സ് ആ ഒരു എൻട്രൻസ് ലെവലിൽ തന്നെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മീൻസ് ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ എൻട്രൻസ് എക്സാമുകൾ ഉണ്ട് ഓരോ പിന്നെ മേഖലയ്ക്ക് പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും +2 പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരിക +2 കൂടെ ആണ്. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ ഓരോ എൻട്രൻസ് എക്സാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ കണ്ടെത്തുക, അതിന് രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു പബ്ലിക് എക്സാമിൻ്റെ ഒരു ജേർണിൻ്റെ ഇടയിൽ നമ്മൾ മറക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയം അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും മാത്സ് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെയാണ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറുതായിട്ടൊരു ടു ഡു ലിസ്റ്റൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തിയറി സെറ്റാക്കണം, പിന്നെ അതിൻ്റെ PYQ, പിന്നെ NCERT ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. ഇപ്പോൾ ഇപ്രാവശ്യത്തെ +1 എക്സാം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ലെവൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ ഇതൊക്കെ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈമിൽ അത്ര ബേർഡൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റഡി വ്ളോഗ് പോലെയും അതേപോലെ ഒരു സ്റ്റഡി ടിപ്സ് പോലെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് പഠിക്കണതെന്ന്. അപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ഇടാൻ നോക്കാം. ഇപ്പോൾ സമയം എനിക്ക് എപ്പോഴാണ് വീഡിയോ ഷെഡ്യൂൾ അതൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റഡി വ്ളോഗ് പോലെയാണ്. ഞാനിപ്പോൾ എന്തായാലും പഠിക്കുകയാണല്ലോ, അപ്പോൾ അതും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. തിയറി സെറ്റാക്കാൻ വേണ്ടി ഏത് ചാനൽ നോക്കാമെന്ന് ഞാൻ കുറേ നേരം സെർച്ച് ചെയ്തു. ഫൈനലി നമ്മൾ ആൽബിൻ കാട്ടാക്കട സാറിൻ്റെ യൂട്യൂബ് ചാനലിലെ ആ ഒരു പ്ലേലിസ്റ്റാണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ +2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് കാണുന്നുണ്ട്. 8 വീഡിയോസാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടിട്ട് നമുക്ക് തിയറി സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിക്ക് നോക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് മാത്സ് പഠിക്കാൻ കാരണം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മിഡ് ടേം എക്സാം ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും 3 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പോൾ 3 ആണോ 4 ആണോ 4 ആണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മെയിനായിട്ട് തുടങ്ങിയത്.
One eternity later. ലാസ്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ മിഡ് ടേം എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്സിൻ്റെയൊക്കെ കഴിഞ്ഞു, ഇനി മിഡ് ടേം ഒക്കെ കഴിയാനായി. പിന്നെ എന്താണ് ഇപ്പോൾ നമ്മുടെ പണി എന്ന് പറയുന്നത്, നമുക്ക് മാത്സിൻ്റെ റെക്കോർഡ് എഴുതാണ്ട് നാളത്തേക്ക്. അപ്പോൾ റെക്കോർഡ് എഴുതിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ റെക്കോർഡ് വർക്കും കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റഡി വ്ളോഗ് പോലത്തെ ഒരു ശ്രമമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തതായിട്ട് എന്ത് കണ്ടൻറ്റാണെന്ന് വേണ്ടത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ ഓൺ എക്സാമിൻ്റെ ടൈം ടേബിൾ കണ്ടു. 3 ദിവസം കൊണ്ട് ഒരു ദിവസം 2 എക്സാമൊക്കെ വെച്ചിട്ടാണ് കണ്ടത്. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിളാണ്. ഇത് മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഓഗസ്റ്റ് 17-ാം തീയതിയൊക്കെ ആണല്ലോ നമുക്ക് എക്സാം തുടങ്ങണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.